ബഹുമാനപ്പെട്ട മധുസാദാത്ത് തങ്ങളവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ കഴിവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ കാലഘട്ടത്തിൽ കഴിവിന്റെ പരമാവധി അമ്പിയാക്കളെ പോലെ ഒരിക്കലും വേറെ ആരും ആവൂലല്ലോ. അവിടെ ആരും തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ ഇപ്പൊ കാന്തപുരത്തിനെ നബിയാക്കി എന്നൊന്നും പറഞ്ഞ് ആരും ക്ലിപ്പൊന്നും നടക്കണ്ട. സുഹൃത്തുക്കളെ, ചിലപ്പോ പ്രസംഗിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോ വിശദീകരിച്ച് പ്രസംഗിച്ച് അങ്ങനെ ഓട്ടകളൊക്കെ അടച്ച് പ്രസംഗിക്കുന്നവരുണ്ടാവും. ചിലർ അത്രയൊന്നും ഓട്ടയൊന്നും അടക്കാതെ കാര്യം പറഞ്ഞു പോകുന്നവരുണ്ടാവും. സ്വാഭാവികമാണ്. ചിലപ്പോ ഓട്ട അടക്കുന്നവരെന്നെ ചിലപ്പോ ഓട്ട അടക്കാൻ വിട്ടുപോയി ഒക്കെ സ്വാഭാവികമാണ്. അത്തരം ആളുകളുടെ അത്തരം പ്രസംഗങ്ങൾ അത് വല്ല ക്ലിപ്പ് മുറിച്ച് ഇവരിപ്പോ നബീനെക്കാളും വലിയ ആളാക്കി കാന്തപുരത്തിന്, അല്ലെങ്കിൽ മസ്ജിദ് നബവി പോലെയാക്കി, അതെ നമ്മുടെ മർക്കസിലെയോ അല്ലെങ്കിൽ നോളേജ് സിറ്റിയോ പള്ളിയെ ഇന്നിങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധിയോടെ. പണ്ഡിതന്മാർക്ക് അവരുടെ ആശയങ്ങളൊക്കെ ആശയങ്ങളായി തന്നെ അറിയാം. അത് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓട്ടയടക്കാതെ പറഞ്ഞു പോകും. ചിലപ്പോ തിരക്കിൽ പറയുമ്പോ ചിലപ്പോ ഓട്ടയെ അടിച്ചു പറയും. ഞാൻ ഇപ്പൊ ഓട്ട അടിച്ചു പറഞ്ഞതാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെയാണെന്നോ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയാണെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അത് നമ്മൾ വിശ്വസിക്കൂലേ? നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ലേ? ഒരിക്കലും അമ്പിയാക്കളെ പോലെ സ്ഥാനമുള്ളവർ വേറെ ആരും ഉണ്ടാവില്ല. നമ്മുടെ വിശ്വാസം. മലക്കുകൾ പോലും നബിമാരുടെ താഴെയാണ്. അമ്പിയാക്കളെ പോലെയുള്ള ഒരു വലിയ ഉണ്ടാവില്ല, ഒരു മഹാനും ഉണ്ടാവില്ല. ആ മഹാന്മാരിൽ തന്നെ എല്ലാവരും ഒരുപോലെയല്ല. സിദ്ദീഖിനെ പോലെയുള്ള ഒരു വലിയ അതിന്റെ ശേഷം വേറെ ഉണ്ടാവില്ല, ഉണ്ടായിട്ടുമില്ല. തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാക്കുന്ന വിധത്തിലുള്ള പറച്ചിലുകളോ രീതികളോ സ്വഭാവങ്ങളോ ഇടപെടലുകളോ ഉണ്ടാകാൻ പാടില്ല. അഥവാ തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടാകുമെന്ന് തോന്നിയാൽ അത് കൃത്യമായി പറഞ്ഞ് തെറ്റിദ്ധാരണ തിരുത്തുകയും വേണം. അതിന് മടി കാണിക്കാനും പാടില്ല. ഈ ആശയം പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ എല്ലാ രംഗത്തും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃക അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിന്റെ സർവരംഗവും കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം നടത്തേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന 11-ാം തീയതി കടപ്പുറത്ത് വെച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന വളരെ വിപുലമായ സമ്മേളനമുണ്ടെന്ന് ഈ കോഴിക്കോട് ജില്ലയിലെ സംഘടനാ നേതാക്കളോടും പ്രവർത്തകരോടും പറയേണ്ടതില്ലല്ലോ. അത് വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. പ്രത്യേകിച്ചും ആതിഥേയരായ ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് ജില്ല. അന്ന് രാവിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി കൗൺസിൽ നടക്കുന്നുണ്ട്. അതും നമ്മുടെ മുന്നിലുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിൽ ശഅബാൻ അതങ്ങനെ തീരുമ്പോൾ റമദാൻ ആഗതമാവുകയാണ്. ആ ശഅബാനിലുള്ള ബാക്കിയുള്ള ദിനങ്ങൾ ബറാഅത്തും മറ്റു ദിനങ്ങളും അതേപോലെ പരിശുദ്ധ റമദാൻ, ആ റമദാനിനെയും സ്വീകരിക്കേണ്ട നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചതുപോലെ നിർവഹിക്കുന്നവരാകണം. അത് മാത്രം പോരാ. പരിശുദ്ധ ഖുർആൻ കടപ്പാടുകൾ വീട്ടുന്നവരെ സംബന്ധിച്ച് പറയുമ്പോ വൽഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അതിർവരമ്പുകൾ സൂക്ഷിച്ചു പോകുന്നവർ എന്ന് പറയുന്ന സ്ഥലത്ത് അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ,
നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരുമാകണം. വന്നാഹൂന അനിൽ മുങ്കർ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കുന്നവരാകണം. അവർക്കാണ് സ്വർഗമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഏത് തെറ്റുകൾ നടക്കുമ്പോഴും മിണ്ടാതിരിക്കുക എന്നത് ഒരിക്കലും സ്വർഗത്തിൽ കടക്കുന്നവർക്കുള്ള വിശേഷണം അല്ല, അമ്പിയാക്കളുടെ വിശേഷണമല്ല, സഹാബത്തിന്റെ വിശേഷണമല്ല. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത സഭകൾ, അത് നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ പണ്ഡിത സഭ അത് ഒട്ടുമാവ് പോലെയുള്ളതോ ബെറ്റ് ചെയ്തുണ്ടാക്കിയതോ അല്ല. അത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വറല്ലാഹു മർഖദഹു അടക്കമുള്ള മഹാന്മാര് വിത്തിട്ട് ബാഗിയുണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് വേറെ ഒന്നിന്റെ മേൽ അങ്ങനെയുണ്ടല്ലോ, ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ചില മരങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഘടനയല്ല, ഒട്ടിച്ചുണ്ടാക്കിയതും അല്ല. നമ്മുടെ സംഘടന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വറല്ലാഹു മർഖദഹു അടക്കമുള്ള വാങ്ങില മുസ്ലിയാരടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചു കൊണ്ടുവന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല. ശരി ആര് പറഞ്ഞാലും ശരിയാണ്, തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ്. ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് തടസ്സമാവുകയും ഇല്ല. തടസ്സമാകുന്ന കാലത്ത് ഇങ്ങനെ ഒരു പണ്ഡിത സഭയുടെ ആവശ്യവും ഇല്ല. സുഹൃത്തുക്കളെ, ആ മഹത്തായ പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് വേറെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും സഭകളും ഉണ്ടാകാം. അത്തരം സഭകളിലുള്ളവരെയും നമ്മളെയും എല്ലാവരെയും പ്രതിചേർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയക്കാരാണ് നമ്മളെന്നും നമ്മൾ ബിദ്അത്തുകാരാണെന്നും ശരിയായ സുന്നത്ത് ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രസംഗിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെല്ലാം നമ്മൾ വലിയ ആദരവും ബഹുമാനവും വകവെച്ചു കൊടുത്തത് അവർ അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ്. ആ വകയിൽ അവർക്കൊന്നും ഒരു കുറവും വന്നുപോയിട്ടില്ല. തങ്ങളവറുകൾ ഒരു പള്ളിയിൽ, ആ പള്ളിയിലെ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങിയത്. ആ ഇറങ്ങിയ ഉടനെ അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് നീണ്ട പ്രസംഗം നടത്താൻ അല്ലാഹു എനിക്ക് അവസരം തന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനൊരു കാരണമുണ്ടായിരുന്നു. തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം തങ്ങളവറുകളോട് യോജിക്കാത്ത ഒരു കാര്യം ചെയ്യണം എന്ന് അവിടെ ഭരണം നടത്തുന്ന ചില ആളുകൾക്ക് താല്പര്യമുണ്ടായി. ആ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുക്കാൻ സയ്യിദവറുകൾ തയ്യാറായില്ല. അതിന്റെ പേരിൽ സയ്യിദവറുകൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഞാൻ നേരത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദവറുകൾക്ക് ഇന്നും ആ പള്ളിയിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ബദറു സാദാത്ത് തങ്ങൾ ഇന്നുള്ള സ്ഥാനത്തല്ല ഉണ്ടാവുക എന്ന് ആരും പറയും. അതേസമയത്തോടെ സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിച്ച്, ദീനിന്റെ ആശയത്തിന് വില കൽപ്പിച്ച് തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അങ്ങനെയാണ് വലിയ മഹദിസ് സംരംഭമുണ്ടായതും തങ്ങളവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നത നേതൃത്വത്തിലെത്തിയത്. ഇതുപോലെ ശൈഖുനാ ഉസ്താദ് അവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരു നിലക്കും അതാ അലയൻസ് നടത്തി ദീനിനെ ആർക്കും വെട്ടി നുറുക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നതിൽ ഉറച്ചു നിന്നപ്പോൾ ഉസ്താദ് അവറുകൾക്ക് കേരളത്തിലെ വേറെ പണ്ഡിതന്മാർക്ക് പലർക്കും ലഭിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആർക്കും ലഭിക്കാത്ത ഉന്നത പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇങ്ങനെ തന്നെയല്ലേ ലോകത്തുള്ള ചരിത്രം? അതുകൊണ്ട് നാം
എവിടെയും പതറേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് കൃത്യമായി പറയണം. ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തായ ഒരു ആലിമ് പറഞ്ഞു, പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞത് നടത്താം എന്ന് പറഞ്ഞു. ഇറങ്ങി വരുമ്പോ വേറൊരു സുഹൃത്തായ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞു, പേരോട് ഉസ്താദ് മാത്രം പ്രസംഗിച്ചാല് പിന്നെ പറയും പേരോട് പറഞ്ഞു എല്ലാരും പറയണോന്ന്. അയാളെ പറഞ്ഞത് ശരിയാണ്. എല്ലാരും പറയണം, എല്ലാ പ്രസംഗകരും പറയണം, എല്ലാ ആലിമീങ്ങളും പറയണം. ദീന് പറയുന്ന സ്ഥലത്ത് ഒരു മോനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല.